എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ഷാംപൂന് പകരം ഒരു ഹെർബൽ ഷാംപൂ പൗഡർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ സർഫക്റ്റൻ്റായിട്ട് യൂസ് ചെയ്യുന്നതൊക്കെ നോൺ അയോണിക് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാർഷല്ല. അപ്പോൾ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ഇതിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സോഡിയം കൊക്കോ എസറ്റിനേറ്റ്. ഞാൻ മിക്കതിലും പറഞ്ഞിട്ടുള്ളത് SSCI പൗഡർ, അതുപോലെ തന്നെ സോപ്പ് നട്ട്, നമ്മുടെ സോപ്പും കായ എന്ന് കേട്ടിട്ടില്ലേ അത്, പിന്നെ ഷിക്കാക്കായ്, അതും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതാണ് മെയിനായിട്ട് നമ്മൾ ഈ സർഫക്റ്റൻ്റ്, അതായത് നമ്മുടെ ഒരു സോപ്പിൻ്റെ എഫക്റ്റ് തരുന്ന സാധനമായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ ചോളപ്പൊടി അല്ലെങ്കിൽ കോൺ സ്റ്റാർച്ച്, അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയാണ്. നമ്മൾ തലയിലും സ്കാൽപ്പിലൊക്കെ ഇടുമ്പോൾ സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് നമ്മൾ കോൺ സ്റ്റാർച്ച് ഇടുന്നത്. ഇനി നിങ്ങൾക്ക് ഇതില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടലമാവായാലും അതൊന്നും കൂടി സ്മൂത്താണ്. പക്ഷേ അരിപ്പൊടി യൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. കോൺ സ്റ്റാർച്ച് അല്ലെങ്കിൽ കടലമാവ്, അത് 18 ഗ്രാം. ഇനി അടുത്തത് നമ്മൾ ഇടാൻ പോകുന്നത് സോപ്പ് നട്ടിൻ്റെ, സോപ്പും കായയുടെ പൗഡർ. ഇത് നമുക്ക് വാങ്ങാൻ കിട്ടും ഓൺലൈൻ. ഇനിയിപ്പോൾ അതില്ല എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും, ഇപ്പോൾ മുരിങ്ങയില പൊടിച്ചത്, മുരിങ്ങയില ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്, മറ്റേ കറി ലീവ്സിൻ്റെ ഇല പൊടിച്ചത്, എന്താണോ ഹെയറിന് നല്ലതെന്ന് തോന്നുന്നത് അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് പക്ഷേ സോപ്പിൻ്റെ എഫക്റ്റ് തരുന്നൊരു ഉലുവ പൗഡർ നല്ലതാണ്. അപ്പോൾ സോപ്പ് നട്ടിന് പകരം നിങ്ങൾക്ക് ഉലുവ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സോപ്പ് നട്ട് പൗഡർ 22 ഗ്രാം. ഇനി അടുത്തത് നമുക്ക് ഇൻഡിഗോ അല്ലെങ്കിൽ നീലാമരിയുടെ പൗഡർ. ഇത് നമുക്ക് മുടി സ്ട്രെങ്തൺ ചെയ്യാനും അതുപോലെ ഡാൻഡ്രഫ് കളയാനും ഹെയർ ലോസ് കുറയ്ക്കാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നില്ല, വാഷ് ചെയ്ത് കളയുന്നേ ഉള്ളൂ. എന്നാലും കെമിക്കലൊന്നും ഇല്ലാത്തൊരു സാധനമായതുകൊണ്ട് ഇത് ഒത്തിരി നല്ലതാണ്. അപ്പോൾ അത് ഇൻഡിഗോ പൗഡർ. ഇനി ഷിക്കാക്കായ് പൗഡർ 11 ഗ്രാം. അതൊരു കണ്ടീഷനിങ് എഫക്റ്റ് തരുന്നൊരു സാധനമാണ്. പിന്നെ വേണ്ടത് മുരിങ്ങയുടെ ഇലയുടെ പൗഡർ, അതൊരു 15 ഗ്രാം. പിന്നെ നമുക്ക് വേണ്ടത് യോഗേർട്ട് പൗഡർ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ തന്നെ കണ്ടീഷനിങ് കൊടുക്കുന്ന, നമ്മുടെ മുടീനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യുന്നൊരു സാധനമാണ്. അത് ഒരു 3 ഗ്രാം വേണം. പിന്നെ നമുക്ക് സാന്താൻകം, അതും സ്പ്രെഡ് ചെയ്യാനായിട്ട്, നമുക്ക് മുടിക്ക് സ്പ്രെഡ് ചെയ്യാൻ, അതുപോലെ തന്നെ മുടി സോഫ്റ്റൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് സാന്താൻകം. അതൊരു 3 ഗ്രാം. ഇനി ഇതിൽ നമുക്ക് കോക്കനട്ട് ഓയിൽ ഒരു 2 ഗ്രാം. പിന്നെ ഞാനിതിൽ മണത്തിന് വേണ്ടി വാഷ് ചെയ്ത് കളയുന്ന സാധനമല്ലേ, നമ്മൾ അല്ലാതെ വേറെ തലയിൽ വെക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഫ്രാഗ്രൻസ് ഓയിൽ യൂസ് ചെയ്യാം. ഞാൻ പക്ഷേ ലാങ്കിയില്ലേ നമ്മുടെ, അതിൻ്റെ ഇത് എസെൻഷ്യൽ ഓയിലാണ്, അത് 0.50. പിന്നെ ട്യൂബ്രോസിൻ്റെ ഫ്രാഗ്രൻസ് ഓയിൽ 0.50. ഇത് രണ്ടും കൂടിയാണ് ഞാൻ മിക്സ് ചെയ്തു. ഇതെല്ലാം കൂടി നമ്മൾ ഇട്ടിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പൗഡർ ഒന്ന് നമ്മൾ പൊടിച്ചെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യാനായിട്ട് ഒരു മിക്സി കൈകൊണ്ട് എത്രയൊക്കെ ചെയ്താലും ശരിയാവില്ല. നമ്മളത് മിക്സിയുടെ ജാറിലിട്ട് തന്നെ ചെയ്തെടുക്കണം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതൊക്കെ ഫൈൻ പൗഡേഴ്സാണ്. പ്രത്യേകിച്ച് SSCI സോപ്പ് നട്ട് പൗഡർ, ഇതിനൊക്കെ ഒരു സോപ്പിൻ്റെ എഫക്റ്റുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. അതൊക്കെ മൂക്കിലും വായലും ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മേക്ക് ഷുവർ നിങ്ങൾ നന്നായിട്ട് മൂക്കും വായും ഒക്കെ മൂടി കെട്ടിയിട്ട് വേണം ചെയ്യാൻ. കാരണം മിക്സിയിലൊക്കെ നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ അപ്പം തന്നെ തുറക്കരുത്, അതിൻ്റെ പൊടി ശരിക്കും അങ്ങോട്ട് മുകളിലേക്ക് പൊന്തും. അതൊന്നും നമുക്ക് അത്ര നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു മാസ്കോ എന്തെങ്കിലും വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇത് യൂസ് ചെയ്യേണ്ട വിധം എന്ന് പറഞ്ഞാൽ കയ്യിൽ കുറച്ച് എടുക്കുക, എന്നിട്ട് നന്നായിട്ട് ചാലിച്ചിട്ട് മുടിയിലും സ്കാൽപ്പിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അധികം ഓയിൽ തലയിൽ തേക്കരുത്, കാരണം ഇത് അത്ര സ്ട്രോങ് ആയിട്ടുള്ള സർഫക്റ്റൻ്റ് അല്ല. അപ്പോൾ ആവശ്യത്തിന് മാത്രം പാക്ക് ഇട്ടിട്ട് ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലത്. ഞാൻ അങ്ങനെയാണ് യൂസ് ചെയ്തത്. പക്ഷേ നല്ല ഭംഗിയായിട്ട് ഷാമ്പു ഇടുന്ന പോലെ തന്നെ മുടി വന്നു. ഞാൻ പാക്കിൽ കുറച്ചും കൂടി ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ചെയ്തത്. കാരണം നമ്മളിതിൽ SSCI എന്ന് പറയുന്നൊരു സാധനം ചേർത്തിട്ടുള്ളത് കൊണ്ട് ഓയിൽ കുറച്ചൊക്കെ വാഷ് ഔട്ട് ചെയ്ത് കളയും. ഇതിൽ നിങ്ങൾക്ക് ചേർക്കേണ്ട സാധനങ്ങളൊക്കെ നിങ്ങളുടെ യുക്തിയാണ്. ഇപ്പോൾ നമുക്ക് ചെമ്പരത്തിപ്പൂവിൻ്റെ പൗഡർ, അത് നല്ലതാണ്, അത് ചേർക്കേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ കുട്ടികൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചിലവർ ചോദിച്ചു. കുട്ടികൾക്ക് യൂസ് ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് വളരെ കുഞ്ഞായിട്ടുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ SSCI പൗഡറിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി വളരെയധികം കുറയ്ക്കണം. സോപ്പ് നട്ട് പൗഡർ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. കോൺ സ്റ്റാർച്ച് അതിലിരുന്നോട്ടെ, മുരിങ്ങ, വേപ്പില അങ്ങനെയുള്ളതൊക്കെയാണെങ്കിൽ യോഗേർട്ട് പൗഡർ, മിൽക്ക് പൗഡർ, അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് വേണം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട്. ഹാർഷായിട്ടുള്ള സാധനങ്ങൾ, ഇൻഡിഗോ ഒന്നും ആവശ്യമില്ല. അതുപോലെ കോക്കനട്ട് ഓയിൽ എന്നിട്ട് ഇതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട്, ഫ്രാഗ്രൻസ് ഓയിലിൻ്റെയും ആവശ്യം അവർക്കില്ല. ഇനി ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി ഹാർഡാന്ന് തോന്നുവാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ജെല്ല്, അലോവേര ജെല്ലോ അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെയർ ക്രീമോ അല്ലെങ്കിൽ ഒരു കണ്ടീഷണർ ഇട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കളയാം. എനിക്ക് ഒട്ടും ഹാർഷായിട്ട് എൻ്റെ മുടി വന്നില്ല. ഇതിൽ നമ്മൾ കോൺ സ്റ്റാർച്ചും പിന്നെ സന്താൻകമും ഒക്കെ ഉള്ളത് കൊണ്ട് ആ മുടിക്കൊരു നല്ലൊരു സിൽക്കി ഒരു ടെക്സ്ചർ കൊടുക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ പൗഡർ റെഡിയായി. എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു തരി പോലും നമ്മൾ ഒരു പ്രിസർവേറ്റീവും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഒരു തരി പോലും വെള്ളം ഇതിലാവാതെ വേണം നമ്മൾ കുളിക്കുമ്പോഴായാലും ഒരു പാത്രത്തിൽ എടുത്ത് കൊണ്ടുപോയി കുളിക്കുക. ബാത്റൂമിൽ വെച്ചാലും
നമ്മൾ എടുക്കുമ്പോൾ അതിൽ വെള്ളം വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേടാവാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.